നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒൻപത് സംസ്ഥാനങ്ങളിൽ നിന്നായി 12 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 3 നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, സർബാനന്ദ സോനോവാൾ, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ അംഗങ്ങളായിരുന്ന KC വേണുഗോപാൽ, ദീപേന്ദ്ര സിംഗ് ഹൂഡ, മിസ ഭാരതി, വിവേക് താക്കൂർ, ബിപ്ലവ് കുമാർ ദേവ് തുടങ്ങിയവരും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഉപരിസഭയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 14 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 21. വയനാട് ഉരുൾപൊട്ടൽ, അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണം. ഹൈക്കോടതിയിൽ സിനിമാ നടന്റെ ഹർജി. വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. സർക്കാരിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് സ്വദേശിയും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് C. ഷുക്കൂറാണ് ഹർജി നൽകിയത്. നിരവധി സംഘടനകൾ അവരുടെ അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുകയാണ്. ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ലെന്നും ഹർജിയിൽ പറയുന്നു. പന്തീരാങ്കാവ് പീഡനക്കേസ്, പ്രതി രാഹുലും പരാതിക്കാരിയും ഹാജരാകണം. ഹൈക്കോടതി ഉത്തരവ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുൽ P. ഗോപാലും പരാതിക്കാരിയും ഹൈക്കോടതിയിൽ ഹാജരാകണം. അടുത്ത ബുധനാഴ്ച നേരിട്ട് ഹാജരാകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഫറോക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ പ്രതി രാഹുൽ P. ഗോപാൽ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ഭാര്യയുമായുള്ള തെറ്റിദ്ധാരണ പരിഹരിച്ചുവെന്നും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചുവെന്നുമാണ് രാഹുൽ ഹർജിയിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചത്. രാഹുലിന്റെ വാദങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് ഫറോക്ക് പോലീസ് നൽകിയ മറുപടി. ശരീരത്തിൽ മുറിവുകളോടെയാണ് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിലെത്തിയത്. മെഡിക്കൽ പരിശോധനയിലും ഇക്കാര്യം വ്യക്തമാണ്. പരാതിയിൽ പറഞ്ഞത് മജിസ്ട്രേറ്റിന് മുന്നിലും ആവർത്തിച്ചിട്ടുണ്ട്. രാഹുലിന്റെ സമ്മർദ്ദം കാരണമാണ് കേസ് റദ്ദാക്കണമെന്ന യുവതിയുടെ സത്യവാങ്മൂലം എന്നുമാണ് കോഴിക്കോട് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ മറുപടി. ആലപ്പുഴയിലെ സ്കൂളിൽ വെടിവെപ്പ് നടന്നിട്ടില്ല, വ്യാജ വാർത്തയെന്ന് DYSP. ആലപ്പുഴയിലെ സ്കൂളിൽ വെടിവെപ്പ് നടന്നു എന്ന വാർത്ത നിഷേധിച്ച് DYSP. പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്ന് DYSP MR മധുബാബു പറഞ്ഞു. വെടിവെപ്പ് നടന്നിട്ടില്ല. സ്കൂളിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഇടവഴിയിൽ വെച്ച് അടിപിടി മാത്രമാണ് ഉണ്ടായത്. എയർഗൺ ഉപയോഗിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. വിദ്യാർത്ഥിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് എയർഗൺ കണ്ടെടുത്തിരുന്നു. എന്നാൽ ഈ എയർഗൺ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അവസ്ഥയിലാണ് ഉള്ളതെന്നും പ്രാഥമിക നിഗമനമുണ്ട്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൂറ്റൻ ബോർഡിൽ ദൈവങ്ങൾക്കൊപ്പം പോൺനടി. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൂറ്റൻ ബോർഡിൽ ദൈവങ്ങൾക്കൊപ്പം പോൺനടി മിയ ഖലീഫയുടെ ചിത്രവും. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിൽ സ്ഥാപിച്ച കൂറ്റൻ ബോർഡിലാണ് പോൺ താരത്തിന്റെ ചിത്രവും ഇടം പിടിച്ചത്. ബോർഡ് ഇതിനകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. തമിഴ്നാട്ടിലുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ അമ്മൻ ദേവിയെ ആരാധിക്കുന്ന ആദ്യ ഉത്സവത്തിനായാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഉത്സവ വഴിപാടിന്റെ ഭാഗമായ പാൽക്കുടം തലയിലേറ്റി നിൽക്കുന്ന രീതിയിലാണ് താരത്തിന്റെ ചിത്രം ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനായി മിയ ഖലീഫയുടെ ചിത്രം പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോർഡ് സ്ഥാപിച്ച യുവാക്കളുടെ ചിത്രങ്ങളും ബോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ പോലീസ് ബോർഡ് നീക്കം ചെയ്തു. 1.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ യുവതി കഞ്ചാവുമായി പിടിയിൽ. കണ്ണൂരിൽ കൊലക്കേസ് പ്രതിയായ യുവതിയെ കഞ്ചാവുമായി പിടികൂടി. കരിവെള്ളൂർ ആണൂരിലെ ശിവദം അപ്പാർട്ട്മെന്റിൽ കേരള എക്സൈസ് പയ്യന്നൂർ റേഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത്. കോട്ടയം സ്വദേശി K. ശില്പയാണ് പിടിയിലായത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 1 വയസ്സുകാരിയായ മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിലും ശില്പ പ്രതിയാണ്. രഹസ്യ വിവരം കിട്ടിയാണ് എക്സൈസ് സംഘം അപ്പാർട്ട്മെന്റിലെത്തിയത്. പയ്യന്നൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ V. സുരേഷിനാണ് കഞ്ചാവ് സംബന്ധിച്ച് രഹസ്യ വിവരം ലഭിച്ചത്. ജപ്പാനിൽ വൻ ഭൂചലനം, 7.1 തീവ്രത. സുനാമി മുന്നറിയിപ്പ്. പടിഞ്ഞാറൻ ജപ്പാനിലാണ് റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്ന് വൈകിട്ട് 4:42 തെക്ക് പടിഞ്ഞാറൻ ദ്വീപുകളായ ക്യുഷി, ഷിക്കോക്കു എന്നിവയെ വിറപ്പിച്ച ഭൂചലനമുണ്ടായത്. ഇതിന് പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1 മീറ്റർ ഉയരത്തിൽ വരെ തിരകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഭൂചലനത്തെ നേരിടാൻ ജപ്പാൻ സർക്കാർ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിലവിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിച്ചാനിൽ നിന്ന് 20 കിലോമീറ്റർ വടക്ക് കിഴക്കായി ഏകദേശം 25 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട്.
ഇന്ത്യക്ക് വെങ്കലം. ശ്രീജേഷിന്റെ മടക്കം മെഡലോടെ. ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം. വാശിയേറിയ പോരാട്ടത്തിൽ സ്പെയിനെ 2-1 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വിജയക്കുതിപ്പ്. പാരീസിൽ ഇന്ത്യയുടെ 4ാം മെഡലാണിത്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഒളിമ്പിക് ചരിത്രത്തിന്റെ 3ാം വെങ്കലവും 30-33 മിനിറ്റുകളിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യക്കായി ഗോളടിച്ചത്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ തുടർച്ചയായ 2ാം വെങ്കലമാണിത്. കഴിഞ്ഞ തവണ ടോക്കിയോയിൽ ശ്രീജേഷ് ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീം വെങ്കലം നേടിയിരുന്നു. ക്യാമ്പുകളിലേക്ക് ഇനി സാധനങ്ങൾ വേണ്ട. കളക്ഷൻ സെന്ററിൽ എത്തിയത് 7 ടൺ പഴകിയ തുണി. ഉപദ്രവമായി മാറിയെന്ന് മുഖ്യമന്ത്രി. വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്നതിനായി സാധനങ്ങൾ ശേഖരിച്ച് അയക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആവശ്യത്തിൽ കൂടുതലാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത്. പച്ചക്കറി, ബേക്കറി, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ പെട്ടെന്ന് നശിച്ചു പോകുന്നതുകൊണ്ട് ഇവയുടെ സൂക്ഷിപ്പും വിതരണവും പ്രയാസം സൃഷ്ടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കളക്ഷൻ സെന്ററിൽ 7 ടൺ പഴകിയ തുണിയാണ് എത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത് സംസ്കരിക്കേണ്ടി വന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നും ഫലത്തിൽ ഉപദ്രവമായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായങ്ങളാണ് ഇനി വേണ്ടത്. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകുകയോ കളക്ടറേറ്റുകളിൽ നൽകുകയോ ചെയ്യാൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. വയനാട്ടിലെ ദുരന്തമുഖത്താണെങ്കിലും ലക്ഷക്കണക്കിന് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഓണത്തിന് ഇത്തരം പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയേ തീരുവെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഖാദി മേഖലയിലെ തൊഴിലാളികൾക്ക് നൽകാനുള്ള കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ എച്ച് സലാം MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു.